ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു ലോങ് ടേം റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. 2 മാസത്തിന് ശേഷം ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ചാനലിൽ പറഞ്ഞിട്ട് ലോങ് ടേം റിവ്യൂസ് ഒരുപാട് ഡിവൈസസിന് ചെയ്യാറുണ്ട്. ഇപ്പോൾ അടുത്ത് നമ്മൾ പോക്കോന്റെ F6ന്റെ ലോങ് ടേം റിവ്യൂ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു മിഡ് റേഞ്ച് ഡിവൈസ് ആണ്, OnePlus Nord 4. ഇത് ഇറങ്ങിയത് വളരെ അടിപൊളി ഹാർഡ്വെയർ കൂടിയോടെ ഇറങ്ങിയത്. കാരണം 29,999 രൂപയാണ് ഇതിന്റെ വില വന്നത്, ബേസ് വേരിയന്റ് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫേഴ്സ്. ആ വിലയ്ക്ക് അടിപൊളി ഹാർഡ്വെയർ ആണ്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3, ഓൾമോസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 2ന്റെ അത്രയും പവർഫുൾ ആയ ഒരു ചിപ്പാണ്. അതിനൊപ്പം തന്നെ പവർ പാക്ഡ് ഡിസ്പ്ലേയും പിന്നെ മെറ്റൽ ബിൽഡും അത്യാവശ്യം നല്ല ക്യാമറാസും 5500 mAh ബാറ്ററിയും 4+6 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്, അടിപൊളി പ്രൈസിംഗ് ആണ് എന്ന് ഡെഫിനറ്റ്ലി പറയാം. എന്നാൽ ഇത് 2 മാസം യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അതായത് ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതിന്റെ ലോങ് ടേം എക്സ്പീരിയൻസ്, അപ്ഡേറ്റ് സൈക്കിൾ, ബഗ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി. അപ്പോൾ ഈ ഫോൺ ഇറങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ ഒരു ചർച്ചാ വിഷയം എന്തായിരുന്നു, മെറ്റൽ ഫോൺ, ഫുൾ മെറ്റൽ ബോഡി ഫോണാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു ഫോൺ ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫുൾ മെറ്റൽ ബോഡി ഫോൺസ് ഒക്കെ പ്രോബ്ലി ഒരു 4-5 വർഷമൊക്കെ മുമ്പ്, കോവിഡിന് മുമ്പൊക്കെ ആയിരുന്നു മെറ്റൽ ഫോൺസ് ഒക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് കാലം ഗ്ലാസ് ആണ് ഇറങ്ങിയത്. പ്രീമിയം ഫോൺസ് ഒക്കെ തന്നെ ഗ്ലാസ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഫുൾ മെറ്റൽ ബോഡിയാണ്. ആ മെറ്റൽ ബോഡി തന്നെ ഒരു ഡ്യുവൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സിൽവർ കളറിനകത്ത് ബാക്കിൽ ഒരു പാറ്റേൺ കാണാം. അപ്പൊ നല്ലൊരു സ്റ്റൈലിഷ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. അതുപോലത്തെ ഇതിന്റെ സൈഡ്സ് ഒക്കെ തന്നെ കേർവ്ഡ് ആണ്, അതായത് എഡ്ജസ് എല്ലാം കേർവ്ഡ് ആണ്. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു എന്താ പറയുക, ഫ്ലാറ്റ് സൈഡ്സ് ആണെങ്കിലും ഇൻഹാൻഡിൽ നമുക്ക് ആ ഒരു പെയിൻ വരത്തില്ല. ഇപ്പൊ ലോങ് ടേം യൂസ് ചെയ്താലും സൈഡ്സ് കേർവ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവത്തില്ല, എന്നാൽ കൈ വേദനിക്കത്തില്ല. ലോങ് ടേം യൂസേജ് ചെയ്യുമ്പോൾ കൈ വേദനിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ചില ഫോൺസിൽ എഡ്ജസ് ഷാർപ്പ് ആകുമ്പോൾ കൈ വേദനിക്കാൻ, കുറെ നേരം കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ വേദനിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയില്ല. പിന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് പറയാം, അതിലൊരു സംശയമില്ല. പിന്നെ ഡിസൈൻ ലാംഗ്വേജിന്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ എടുത്താലും കണ്ടില്ലേ, വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറ, അതേപോലെ തന്നെ ഇതിനകത്ത് അലേർട്ട് സ്ലൈഡർ ഉണ്ട് എന്നുള്ളതാണ്. അലേർട്ട് സ്ലൈഡർ നമുക്കറിയാലോ, പെട്ടെന്ന് തന്നെ സൈലന്റ് മോഡിലേക്ക് ആക്കാവുന്ന OnePlusന്റെ എക്കാലത്തെയും ആ ഒരു ഫീച്ചർ ഇതിനകത്ത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഹാൻഡ് പ്രീമിയം എക്സ്പീരിയൻസ് ആണെന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പൊ ഇതിൽ 3 കളേഴ്സ് ആണ് അവൈലബിൾ ആവുന്നത്. ഗ്രീന്, സിൽവർ കളർ, അതിനൊപ്പം തന്നെ ഒരു ഗ്രേ കളറും ഉണ്ട്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സിൽവർ ആണ്. ഗ്രീനും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീച്ചർ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ സാധാരണ കാണുന്ന ഫോണിന്റെ ഒരു ഡിസൈൻ അല്ല, അതിൽ വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ 2 മാസത്തിനകത്ത് ഈ മെറ്റൽ സ്ക്രാച്ച് ഒന്നും ആയിട്ടില്ല എന്നാണ് പറയാം. കാരണം ഇത് ഞാൻ റഫ് യൂസ് ആണ്. നമ്മൾ ഒരുപാട് ഫോൺസ് ടെസ്റ്റ് ചെയ്യുന്ന കാരണം ഇതൊന്നും കേസ് ഒന്നും ഇട്ട് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഇതിൽ ഒരു സ്ക്രാച്ച് പോലും ബാക്ക് പാനൽ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മെറ്റൽ ഫോൺസിൽ ചില മെറ്റൽ സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ഗ്ലാസ് പോലെ തന്നെ ചില മെറ്റലിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്, ബിൽഡ് ക്വാളിറ്റിയും വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈവൻ ഡിസ്പ്ലേ ആണെങ്കിലും ഡിസ്പ്ലേയിൽ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ആക്ച്വലി ആ സ്ക്രീൻ ഗാർഡ് ചില സൈഡിൽ നിന്ന് ഇളകി പോന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ബാക്കി എനിക്ക് വേറെ ഒരു ഡിസ്പ്ലേയിൽ കുഴപ്പങ്ങളൊന്നും തന്നെ തോന്നിയില്ല. അത്യാവശ്യം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ ഇത് ഓഫർ ചെയ്തത്. ഇനി ഇതിന്റെ ബിൽഡ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡിസ്പ്ലേയിലേക്ക് വരാം. ഒരു 6.74 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്, 120 Hz AMOLED ഡിസ്പ്ലേ ആണ്, 10-bit കളർ പാനലാണ്. അതിനൊപ്പം തന്നെ നമുക്ക് 100% sRGB വാല്യൂം, അതേപോലെ തന്നെ DCI P3 കളർ ക്യാമറത്തൊക്കെ വരുന്നതാണ്. അറൌണ്ട് 2100 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. ബ്രൈറ്റ്നസിന്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആണ്, ഔട്ട്ഡോർ വിസിബിലിറ്റി നല്ലതാണ്. അതിനൊപ്പം തന്നെ ടച്ച് റെസ്പോൺസ് നല്ല. പിന്നെ 120 Hz ആവുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് നല്ല കളേഴ്സ് ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല കളേഴ്സ് ആണ്. പ്രത്യേകിച്ച് DCI P3 കളർ ക്യാമറ്റും എന്താ പറയുക sRGB വാല്യൂസും നല്ലതായതുകൊണ്ട് തന്നെ നല്ല പോപ്പിംഗ് കളേഴ്സ് ആണെന്ന് പറയാം. അതൊപ്പം തന്നെ 2100 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് തന്നെ ഡെഫിനറ്റ്ലി പറയാം നമുക്ക് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ. എഗെയിൻ ഡിസ്പ്ലേയിൽ ഞാൻ പറഞ്ഞല്ലോ, സ്ക്രാച്ചസ് ഒന്നും വീണില്ല. ഒരു സ്ക്രീൻ ഗാർഡ് ബൈ ഡീഫോൾട്ട് വരുന്നുണ്ട്, അത് ചില സ്ഥലത്ത് ഇളകി പോന്നിട്ടുണ്ട് എന്ന് മാത്രം പറയാം. ബാക്കി ഒന്നും തന്നെ ലോങ് ടേമിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം. ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം
4+6 years അല്ലെങ്കിൽ 4+2, അതായത് ടോട്ടൽ 6 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടുന്നുള്ള 4 years ഓഫ് ആൻഡ്രോയിഡ് മെയിൻ അപ്ഡേറ്റ്സും 6 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ എല്ലാം 3+5 ഒക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ 3+4 ആണ് വരുന്നത്. ഇവിടെ 4+6 ആണ്, 4 ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ്. അതായത് ആൻഡ്രോയിഡ് 15, 16, 17, 18 4 ഒരു സംശയമില്ലാണ്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ്. പിന്നെ ഈ 2 മാസത്തിനിടയിൽ എനിക്ക് 2 അപ്ഡേറ്റ്സ് കിട്ടി. ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത് ഓഗസ്റ്റിലെ സെക്യൂരിറ്റി പാച്ചാണ്. സെപ്റ്റംബറിൽ വന്നിട്ടില്ല, ഓഗസ്റ്റിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലും OnePlus വളരെ എന്താ പറയുക പ്രോംപ്റ്റ് ആയിട്ട് വരുന്നതാണ്. കാരണം ഓഗസ്റ്റിൽ അപ്ഡേറ്റ് കറക്റ്റ് ടൈം, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിനുള്ളിൽ തന്നെ വരും. അതേപോലെ തന്നെയാണ് സെപ്റ്റംബർ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അപ്ഡേറ്റ് സൈക്കിൾ പക്കയാണ്, അതിലൊരു സംശയമില്ല. പിന്നെ ആൻഡ്രോയിഡ് 14 ആണ്. പിന്നെ നമുക്കറിയാം ഓക്സിജൻ വോയിസ് നമ്മൾ ഓൾറെഡി എല്ലാ ഫോണിലും യൂസ് ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്കാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയാട്ടോ. ഒരു പ്രീമിയം മിഡ് റേഞ്ച് ഫോൺ ആണെങ്കിൽ പോലും ബ്ലോട്ട്വെയർസ് ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രോബ്ലി OnePlusന് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു. എന്നാലും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ UI എക്സ്പീരിയൻസ് നല്ലതാണ്. ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, തീം സപ്പോർട്ട് ഉണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ നല്ല UI എക്സ്പീരിയൻസ് ആണ്, കംപ്ലൈൻസ് ഒന്നും തന്നെ പറയല്ല. പിന്നെ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് തന്നെ ഒരുപാടുണ്ട്, AI ടൂൾസ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഞാൻ ഹാപ്പിയാണ്. എക്സെപ്റ്റ് ആ ബ്ലോട്ട്വെയർസ് ഒന്ന് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു 30,000 രൂപേൻ്റെ റേഞ്ചിൽ വരുന്ന ഫോൺ. അപ്പോൾ അതിൽ ബ്ലോട്ട്വെയർസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രോബ്ലി ഇൻഫാക്ട് എല്ലാ ഫോണിലും ബ്ലോട്ട്വെയർസ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എന്നാൽ ചിലപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് പൈസ എടുക്കാനുള്ള ഒരു ഇത് വരാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങത്ര അധികമൊന്നുമില്ല, എന്നാൽ കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതായത് സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുമെങ്കിൽ ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ഞാൻ കൂടുതലൊന്നും പറയേണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ചിപ്പാണ് 7 സീരീസിലെ ഏറ്റവും പവർഫുൾ ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം സ്നാപ്ഡ്രാഗൺ 7+ Gen 3. ഇതിന്റെ ആൻഡ്രോയിഡ് സ്കോർ അറൌണ്ട് പ്രോബ്ലി 13 to 14 ലാഖിനൊക്കെ അടുത്ത് വരും. എന്നാൽ അത് പറയുകയാണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഒക്കെ ഏറെക്കുറെ അടുത്ത് നിൽക്കാവുന്ന ഒരു ചിപ്പാണ്. പ്രോബ്ലി 8 സീരീസ് കഴിഞ്ഞ ആദ്യത്തെ 7 സീരീസ് ആണ്. അതായത് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 7 സീരീസ് ചിപ്പാണ് 7+ Gen 3. അപ്പോൾ ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ ഇതിനകത്ത് വന്നത് അറൌണ്ട് 13 ലാഖിന്റെ അടുത്താണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിനകത്ത് LPDDR5X റാമും UFS 4.0 ആണ് വരുന്നത്. അത് ഒരു കാര്യം നമ്മൾ ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. UFS 4.0 256GB സ്റ്റോറേജ് വേരിയന്റ് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ അതിന് മുകളിൽ 128GB വേരിയന്റ് UFS 3.1 ആണ്. കാരണം അത് UFSന്റെ റെസ്ട്രിക്ഷൻ ആണ്, 128ൽ അവൈലബിൾ അല്ല. അപ്പോൾ UFS 4.1 പെർഫോമൻസ് വേണമെങ്കിൽ 256GB വേരിയന്റ് എടുക്കുകയായിരിക്കും നല്ലത്. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. LPDDR5X റാം അപ്പോൾ പെർഫോമൻസ് ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്. നല്ല ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് വരുന്നുണ്ട്. അപ്പോൾ GPU പെർഫോമൻസും ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഓവറോൾ ഡേ ടു ഡേ ഇതിലൊന്നും തന്നെ ഒരു കംപ്ലൈന്റും പറയാല്ല. അടിപൊളി എക്സ്പീരിയൻസ്, നല്ല പവർഫുൾ ഡിവൈസ് ആണെന്ന് പറയാം. അപ്പോൾ കയ്യിൽ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ നല്ലതാണ്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് കൊണ്ട് പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഇൻഫാക്ട് 2 മാസത്തെ യൂസേജിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ കുറേ നേരമൊക്കെ നമ്മൾ ക്യാമറ ഗെയിം കളിച്ച് ചെറുതായിട്ട് ഹീറ്റ് ആവും. പക്ഷെ എന്നാലും മെറ്റൽ ഫോൺ ആണെങ്കിലും ഹീറ്റ് അങ്ങനെ തോന്നത്തില്ല. പൊതുവെ എല്ലാവരും പറയും മെറ്റൽ ഫോൺ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹീറ്റ് തോന്നാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പം അതൊക്കെ നല്ല രീതിയിൽ തെർമൽസ് മാനേജ് ചെയ്യുന്നത് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ഇനി ക്യാമറാസിലോട്ട് വരാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, അതും നല്ല ഫാസ്റ്റ് ആണ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. സ്പീക്കർ ക്വാളിറ്റി നമുക്ക് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സ്പീക്കേഴ്സും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇനി കോൾ ക്വാളിറ്റി വളരെ നല്ലതാണ്, ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഞാൻ ജിയോന്റെ എയർടെലിന്റെ സിമ്മാണ് യൂസ് ചെയ്തത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. 2 5G സിമ്മാണ്. 5G റിസപ്ഷനും സിഗ്നൽ സ്ട്രെങ്ത്തും എല്ലാം തന്നെ നല്ലതാണ്. കാരണം ഇതിനകത്ത് ആന്റിന ബാൻഡ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, മെറ്റൽ ഫോൺസ് ആയിട്ട് ആന്റിന ബാൻഡ്സും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്യൂസ് ഒന്നും തന്നെ എൻ്റെ ടെസ്റ്റിങ്ങിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ക്യാമറയിലോട്ട് പോകാം. ക്യാമറ 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ്, ഒരു 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ. വളരെ മിനിമലിസ്റ്റിക് ക്യാമറ സെറ്റപ്പ് ആണ്. ഡ്യുവൽ ക്യാമറ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി ക്യാമറേന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഷോട്ട്സ് എടുക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഡൈനാമിക് റേഞ്ച് ആണെങ്കിൽ നല്ലതാണ്. കളേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ എക്സ്പോഷർ ഇഷ്യൂസ്, ചില ഈ സ്ഥലത്ത് എക്സ്പോഷർ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് ഓവർ എക്സ്പോസ്ഡ് ആയ കേസുകളൊക്കെ ഉണ്ട്. എന്നാലും ഏറെക്കുറെ നല്ല എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ അൾട്രാ വൈഡ്
ആവറേജ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. 8 മെഗാ പിക്സൽ ആണല്ലോ, നമുക്ക് അറിയാലോ. എന്നാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് നോക്കാൻ ഒരു ടെലിഫോട്ടോ വന്നിരുന്നെങ്കിൽ കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആയതിനെ. എന്നാൽ OnePlus 12R പോലും ടെലിഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പ്രോബ്ലി അടുത്ത വർഷമൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അടുത്ത വർഷമെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെലിഫോട്ടോ വരുന്നത്. എന്നാൽ ക്യാമറ, പ്രൈമറി ക്യാമറ നല്ലതാണ്. അതേപോലെ തന്നെ പോർട്രേറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ക്ലോസപ്പ് ഇമേജസ് ആണെങ്കിലും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ, നോയ്സ് ലെവൽസ് കൺട്രോൾ ചെയ്യാൻ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഓവറോൾ പ്രൈമറി ക്യാമറയിൽ നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് കൊള്ളാം. അതേപോലെ തന്നെ സെൽഫി ക്യാമറയും അത്യാവശ്യം ഏറെക്കുറെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങും നല്ലതാണ്. 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതും അത്യാവശ്യം നല്ല സ്റ്റേബിൾ ഫുട്ടേജ് ആണ് ഡെഫിനറ്റ്ലി പറയാം. എന്നാൽ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയണം, ദ ബെസ്റ്റ് ക്യാമറയാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ദ ബെസ്റ്റ് ക്യാമറ പ്രോബ്ലം എനിക്ക് തോന്നുന്നു വിവോന്റെ V സീരീസ് എടുക്കുകയായിരിക്കും നല്ലത്. ഈ സെഗ്മെന്റിൽ ഇപ്പൊ അടുത്തിറങ്ങിയ വിവോന്റെ V40 ഉണ്ടല്ലോ, അതൊക്കെ നല്ല ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അപ്പൊ അതാണ് കുറച്ചുകൂടി ബെറ്റർ ക്യാമറ. ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ക്യാമറ ഒബ്വിയസ്ലി. എന്നാൽ എബോ ആവറേജ് ക്യാമറ എന്ന് പറയാം, കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ക്യാമറ ദ ബെസ്റ്റ് എന്ന് പറയാനും സാധിക്കില്ല. അപ്പോൾ ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ബാറ്ററി ലൈഫിലേക്ക് പോകാം. 5500 mAh കപ്പാസിറ്റി ബാറ്ററി നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. OnePlusന്റെ 100 watt സൂപ്പർ ബുക്ക് വെറും 30 മിനിറ്റിനകത്ത് ഫുൾ ചാർജ്. അതായത് 5500 mAh ബാറ്ററി വെറും 30 മിനിറ്റിനകത്ത് കംപ്ലീറ്റ്ലി ഫുൾ ആണ്. വളരെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ്. അത് മാത്രമല്ല ഈ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിലും OnePlusന്റെ ഒരു പ്രോമിസ് ഉണ്ട്, അത് ബാറ്ററി ലൈഫ് ഡീഗ്രേഡ് ആവില്ല എന്നുള്ളൊരു പ്രോമിസ് കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ സാധാരണ OnePlusൽ കാണുന്ന എല്ലാ ബാറ്ററി ഫീച്ചേഴ്സും, ബാറ്ററി സ്പീഡ്, ചാർജിങ് സ്പീഡൊക്കെ ഉണ്ട്. പിന്നെ ബാറ്ററി ലൈഫും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇൻഫാക്ട് ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് നമ്മൾ ആദ്യം ചെയ്തായിരുന്നു. അറൌണ്ട് 9 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടി ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റിൽ. എന്നാൽ റിയൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരു 7-8 മണിക്കൂറൊക്കെ ഈസിലി കിട്ടും. അതിലൊരു സംശയമില്ല. എഗെയിൻ യൂസേജ് അനുസരിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ യൂസേജ് അല്ല എൻ്റെ യൂസേജ്, അപ്പോൾ ഓരോരുത്തരുടെ യൂസേജ് അനുസരിച്ചിരിക്കും. എന്നാലും ഒരു ആവറേജ് 7-8 മണിക്കൂറൊക്കെ എനിക്ക് തോന്നുന്നു സ്ക്രീൻ ഓൺ ടൈം കിട്ടും. നല്ലൊരു ബാറ്ററി ലൈഫാണ് OnePlus Nord 4 ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord 4ന്റെ ലോങ് ടേം എക്സ്പീരിയൻസ്. അതായത് ഞാൻ ഒരു 2 മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ക്യാമറയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. എന്നാൽ ക്യാമറ ഇപ്പോഴും അത്രയ്ക്ക് ഒരു മികച്ചതല്ല എന്ന് പറയാം. ഇൻഫാക്ട് ഓഗസ്റ്റിൽ അപ്ഡേറ്റിലും ക്യാമറ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായെങ്കിലും അഗെയിൻ ക്യാമറ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അപ്ഡേറ്റ് സൈക്കിളും നല്ലതാണ്. പിന്നെ വേറെ സ്ക്രാച്ചസ് ഒന്നും തന്നെ ബാക്ക് പാനലിൽ വീണിട്ടില്ല. ഈവൻ കേസോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ല. എന്നാൽ സോഫ്റ്റ്വെയറിൽ ബ്ലോട്ട് വേസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതേമാതിരി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കേണ്ട, വളരെ ആവറേജ് ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് എൻ്റെ പോരായ്മകൾ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിൾ നല്ലതാണ്. അപ്പോൾ ഓവർ നോക്കുകയാണെങ്കിൽ OnePlus Nord 4 നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാം. ഡെഫിനറ്റ്ലി ഒരു 5-6 വർഷമൊക്കെ യൂസ് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു നല്ല ഡിവൈസാണ്. ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണെന്ന് പറയാം. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ക്യാമറ ഏറ്റവും മികച്ചതല്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ എനിക്ക് തോന്നുന്നതിൻ്റെ വേറെ വലിയൊരു പോരായ്മകളൊന്നുമില്ല. ബാക്കിയെല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജാണ്. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസുമാണ്. വലിയ കോംപ്രമൈസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു പാക്കേജ് ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord 4ന്റെ ഒരു ഡീറ്റെയിൽ ലോങ് ടേം എക്സ്പീരിയൻസ്. 2 മാസം, അതായത് 60 ദിവസത്തിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ്. ഇൻഫാക്ട് ഇത് എനിക്ക് ലോഞ്ചിന് മുമ്പേ കിട്ടി, അതുകൊണ്ടാണ് 60 ദിവസം വന്നത്. ഇൻഫാക്ട് ലോഞ്ച് ചെയ്തിട്ട് 60 ദിവസം ആയിട്ടില്ല. എന്നാൽ ഇത് 2 ആഴ്ച മുമ്പേ എനിക്ക് കിട്ടി ലോഞ്ചിന്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ലോങ് ടേം റിവ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോങ് ടേം റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.